വിശുദ്ധ ബൈബിൾ തുറക്കാം. മുഖവിരകളൊന്നും പറയാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് അല്പസമയം ധ്യാനിക്കാൻ പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ജെയിംസ് ചാപ്റ്റർ 5:11, 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്ന സന്ദേശം നമ്മുടെ ദൈവം ആരാണ്, നാം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, ഈ രണ്ട് സന്ദേശങ്ങളാണ് ഈ വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. യാക്കോബ് വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ കർത്താവ് മഹാകരുണയുള്ളവനാണ്. 2, നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമമൊക്കെ നമ്മൾ പഠിക്കുമ്പം നമ്മുടെ ദൈവം ആരാണെന്ന് വിശേഷിപ്പിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ശ്രദ്ധേയമായ ധാരാളം വാക്യങ്ങളുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ 5 വിശേഷതകൾ ആ വാക്യത്തിലുണ്ട്. 1, യഹോവ കരുണയുള്ളവനാണ്. 2, കൃപയുള്ളവനാണ്. 3, ദീർഘക്ഷമയുള്ളവനാണ്. 4, മഹാദയുള്ളവനാണ്. ദൈവദിവസം 5, വിശ്വസ്തനാണ്. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ കർത്താവിന് സ്തോത്രം യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ദൈവം കർത്താവിന് സ്തോത്രം മഹാകരുണയുള്ളവനാണ്. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. അതുകൊണ്ട് ദൈവത്തിന് മഹാകരുണയുള്ളതുകൊണ്ടും ദൈവത്തിന് മനസ്സലിവുള്ളത് കൊണ്ടും നമ്മൾ സഹിഷ്ണുതയുള്ളവരായി ജീവിക്കാൻ പഠിക്കണം. സഹിഷ്ണുത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന് സ്തോത്രം ഒറ്റയർത്ഥം പെട്ടെന്ന് പറഞ്ഞാൽ സഹിച്ച് നിൽക്കുക എന്ന് പറയാം. സഹിഷ്ണുത എന്ന് പറയുന്ന വാക്കിന് യഥാർത്ഥമായ അർത്ഥം സഹിക്കുക, ക്ഷമിക്കുക, ശാന്തമായി നിലനിൽക്കുക. സഹിക്കുക, ക്ഷമിക്കുക, ശാന്തമായി നിലനിൽക്കുക. എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നീ സഹിക്കുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും അവിടെ സഹിക്കുക, ക്ഷമിക്കുക, ശാന്തതയോടെ നിൽക്കുക. നിശ്ചയമായും ദൈവം നിന്നോട് കരുണ കാണിക്കും. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം പുറപ്പാട് പുസ്തകത്തിലെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, വിശ്വസ്തതയുള്ളവനാണ്. കർത്താവിന് സ്തോത്രം. അപ്പം 1-ാമത്തെ പദം, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ഈ കരുണ, ദൈവത്തിൻ്റെ നിന്നുള്ള കരുണ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? അത് എബ്രായ ലേഖന കർത്താവാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. അപ്പം ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്, ദൈവം മനസ്സലിവുള്ളവനാണ്, ദൈവം വിശ്വസ്തനാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ആ കരുണ പ്രാപിക്കാൻ നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരണം. ഞാനിന്ന് മെസ്സേജ് തുടങ്ങുമ്പോഴേ പറയാം, ചിലരോടൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം കരുണ കാണിക്കാൻ പോകുകയാണ്. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ വിശുദ്ധി കൂടുതൽ കൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ മഹാകരുണയാലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുക. അവിടെ വിഷയം എന്താണെന്നറിയാമോ? അവിടെ കുഞ്ഞിന് അതിഭയങ്കര ഭൂത ഉപദ്രവമാണ്. ഭൂതോപദ്രവമുള്ളതിന് ഒരു ഭൂതശാന്തിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിക്കേണ്ടതിന് പകരം ഇവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഭൂതം പുറത്താക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നേ, കർത്താവേ എന്നോട് കരുണ തോന്നണേ. അപ്പം കർത്താവ് നിന്നോട് കരുണ തോന്നിയാൽ നിന്റെ കുഞ്ഞിനെ ബാധിക്കുന്ന സകല ഭൂത ഉപദ്രവങ്ങളും ആരാധനയിൽ മാറിപ്പോകുമെന്ന ദൈവത്തിൻ്റെ വചനം. ഈ ദിവസങ്ങളിൽ ഒരു വെളിപ്പാട് ഞാൻ പറയാം, നിന്റെ സന്തതികളോട് കർത്താവ് കരുണ തോന്നട്ടെ. ആ കരുണ തോന്നിയാൽ നിന്റെ സന്തതികളുടെ സ്ഥിതി കർത്താവ് മാറ്റും. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി കർത്താവ് മാറ്റും. അത് മാറണമെങ്കിൽ കർത്താവിനോട് കരുണ കാണിക്കുക. കർത്താവ് നിന്നോട് കരുണ കാണിക്കുക. കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് ഇവിടെ വന്നിരുന്ന ഏറെ നല്ലതായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ എടുത്ത് വെച്ച് പറ, കർത്താവ് നിന്നോട് കരുണ തോന്നാൻ പോകുകയാ. ഹല്ലേലൂയ. എനിക്കിന്ന് രാവിലെ മുതൽ ഈ സന്ദേശം എൻ്റെ അകത്ത് ഒരു ദൂത് തീ പാറുന്നത് പോലെ വരികയാണ്.
ദൈവം ഈ ദിവസങ്ങളിൽ നിന്നോട് കരുണ തോന്നാൻ പോകുകയാണ്. ഹല്ലേലൂയ. നോക്കി ദൈവത്തിന് സ്തോത്രം. നൂറുകണക്കിന് ദുർഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ സൗഖ്യമായി കഴിഞ്ഞപ്പം യേശു അവനോട് പറഞ്ഞേ കേട്ടെ, കർത്താവിന് സ്തോത്രം, നീ ചെന്ന് നാട്ടിലെല്ലാം പറയണം കർത്താവ് നിന്നോട് കരുണ ചെയ്ത കാര്യം. ഒന്നാമത്തെ ദൂതൻ നിന്റെ സന്തതിയോട് അവൻ കരുണ കാണിക്കും. ഹല്ലേലൂയ. 2 കുരുടന്മാർ സൗഖ്യത്തിനായിട്ട് അടുക്ക വന്നപ്പം അവർ നിലവിളിക്കുന്ന സൗഖ്യമല്ല, ഞങ്ങളോട് കരുണ തോന്നണേ. ഞാനിന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവാ. നിന്റെ സന്തതിയോട് കരുണ കാണിക്കാൻ പോവാ. 2026 നിന്നോട് കരുണ കാണിച്ച വർഷമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയത്തക്ക രീതിയിൽ. ഓ നന്ദി കർത്താവേ. ഓ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതിയോട് കരുണ കാണിക്കട്ടെ, നിന്റെ കുടുംബത്തോട് കരുണ കാണിക്കട്ടെ, നിന്റെ ഭാവിയോട് ദൈവം. ഇനി ബൈബിളിൻ്റെ വെളിപ്പാട് പറയാം. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവത്തിന് കരുണയുള്ളത് കൊണ്ടോ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ വന്നത് കൊണ്ടോ നമ്മളോട് കരുണ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ പറയാം. അപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമായ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എന്താ കേട്ടാ എന്നോട് കരുണ തോന്നാത്തെ? സ്തോത്രം. ബൈബിളിൽ വാക്യമുണ്ട്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട്. അത് കരഞ്ഞാൽ ഉണ്ടാകത്തില്ല. കരുണ ഉണ്ടാകണമെന്ന് ഉള്ളവനോട് എനിക്ക് എന്ത് ചെയ്യും? കരുണ ഉണ്ടാകും. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ നിന്നോട് കരുണ തോന്നണമെന്ന് ദൈവത്തിന് തോന്നിയിരിക്കുക. പ്രവാചകനായ യെശയ്യാവ് ജനത്തോട് പ്രവചിക്കുന്നൊരു ഭാഗമുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും. കണ്ടോ ഭാമ്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നിന്നോട് ഈ ദിവസങ്ങളിൽ കരുണ തോന്നാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിന്നോട് ദൈവം കരുണ തോന്നുന്നതാണ് നിന്റെ ജീവിതത്തിൻ്റെ വിജയം. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുകയാ, കർത്താവിൻ്റെ കരുണയാലാണ് ഈ ശുശ്രൂഷ നമുക്ക് കിട്ടിയത്. ഈ ശുശ്രൂഷ കിട്ടിയത് എവിടുന്നാ? 2 കൊരിന്ത്യർ 4 പൗലോസ് പറയുകയാണ്, 1-ാമത്തെ വാക്യത്തിൽ കരുണയുണ്ടായിട്ടാണ് നമുക്ക് ഈ ശുശ്രൂഷ കിട്ടിയത്. ദൈവം കരുണ തോന്നിയത് കൊണ്ടാണ് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടായത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് ചിലരോടുകൂടെ കർത്താവ് കരുണ തോന്നാൻ പോവുക. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദം, ഈ ദിവസങ്ങളിൽ കരുണ തോന്നാൻ പോകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാൻ പറഞ്ഞു പോകുന്നത്, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്. കാരണം അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും. ഓ നന്ദി കർത്താവേ. കേട്ടോ, നമ്മുടെ അന്തരാത്മാവില് ഒരു വലിയ ചലനങ്ങൾ നടക്കുകയാ. എത്രയോ ശക്തികളും വ്യക്തികളും നിന്നെ മുടിക്കാൻ വന്നു. മുടിച്ചു കളയത്തക്ക ശാപങ്ങൾ വന്നു, മുടിച്ചു കളയത്തക്ക ബന്ധനങ്ങൾ വന്നു. പക്ഷെ നീ മുടിയാതിരിക്കുന്നത് എന്താ? നിന്നോട് ഒരുവൻ കരുണ തോന്നുകയാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു 2-3 വർഷത്തെ കാര്യം തിരിഞ്ഞു ചിന്തിച്ചേ. എത്ര വർഷം നീ മുടിഞ്ഞു പോകേണ്ടതായിരുന്നു, എത്ര പ്രാവശ്യം നീ മുടിഞ്ഞു പോകേണ്ടതായിരുന്നു, എന്നാൽ മുടിഞ്ഞു പോകാതിരുന്നത്. പൗലോസ് പറയുകയാണ്, നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഓ ഇന്ന് ആരുടെ മേലൊക്കെയോ ദൈവത്തിൻ്റെ കരുണ വീഴുക. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ചിലരോടുള്ള ദൈവത്തിൻ്റെ ദൂത് ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് വരാം. നിശ്ചയമായും ദൈവ കരുണ തോന്നും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സഹിഷ്ണുത എന്ന പദത്തിലേക്ക് വരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിന്റെ സന്തതിയോട് കരുണ തോന്നും. ദൈവം നിന്റെ ഭവനത്തോട് കരുണ തോന്നും. അല്പ ദിവസം കഴിയുമ്പോൾ നീ സന്തോഷം കൊണ്ട് പറയും, ദൈവം കരുണ ചെയ്തിട്ട് എനിക്ക് ആ വിടുതൽ കിട്ടി. ഓ ദൈവം കരുണ ചെയ്തത് കൊണ്ട്. ഓ മനസ്സിലായവർക്കായി ദൈവത്തിന് യെസ്. ഓ കൃപ 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 കൃപ. അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എലിസബത്തിനെ സെക്കരിയാവിനെ നോക്കി നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കർത്താവിന് സ്തോത്രം. അവർ പ്രാർത്ഥിച്ചവർക്കെല്ലാം കരുണ കിട്ടി. അവരോടെന്നാ കരുണ കാണിക്കാത്ത ഒരു ചോദ്യചിഹ്നമാണ്. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ 1-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചെന്ന്. അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. പ്രവചനമായി സ്വീകരിക്കണം.
നാളുകൾ കൊണ്ട് കരുണ തോന്നാത്ത വിഷയത്തിൽ കർത്താവ് വലിയ കരുണ കാണിച്ചിട്ട്, ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരിക്കൽ ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാ. ഒരു ബ്രദറിനെ എഴുന്നേപ്പിച്ച് നിർത്തി. അദ്ദേഹം നല്ല കട്ടി മീശയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എഴുന്നേപ്പിച്ച് നിർത്തി, സ്തോത്രം. എന്നിട്ട് അദ്ദേഹത്തോട് കർത്താവ് സംസാരിക്കുക. എഴുന്നേപ്പിക്കാൻ പറഞ്ഞത് കർത്താവാ. എഴുന്നേപ്പിച്ചിട്ട് അവനോട് സംസാരിക്കുക, ഞാൻ നിന്നോട് ദിവസങ്ങളിൽ കരുണ കാണിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. കർത്താവിൻ്റെ സ്തോത്രം. ആ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, 12 വർഷമായിട്ട് എനിക്ക് പിള്ളേരില്ല. ഹല്ലേലൂയ. എന്നാൽ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ട് എടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവ് 12 വർഷത്തിന് ശേഷം കരുണ കാണിച്ചതാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എന്നും നിന്ദിക്കപ്പെടത്തില്ല, എന്നും അപമാനിക്കപ്പെടത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിന്നോട് കരുണ കാണിച്ചെന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ചിലരോട് കരുണ കാണിക്കാൻ പോവുക. ഇത് ഇന്നുകൊണ്ട് തീരാൻ പോകുവല്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും. ഇന്നത്തെ പ്രാർത്ഥനയിൽ തുടങ്ങട്ടെ ചിലതൊക്കെ. നിൽക്കാത്ത മഴ പോലെ, തോരാത്ത മഴ പോലെ, യേശുവിന്റെ നാമത്തില് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും, നിന്റെ കാലത്തും നിന്റെ സന്തതിയുടെ കാലത്തും അവരുടെ സന്തതി കാലത്തും അവരുടെ എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. നിന്റെ കുടുംബത്തിന്റെ മുഖഭാവം മാറാൻ പോകുന്നു. നിന്റെ സന്തതിയുടെ മുഖഭാവം മാറാൻ തുടങ്ങുന്നു. യേശുവേ കരുണ കാണിക്കണമേ എന്ന്. കരുണയ്ക്കു കരഞ്ഞവന്റെ മുമ്പിൽ അവൻ കണ്ണടച്ചു കളഞ്ഞവനല്ല യേശു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരിക്കല് ഹല്ലേലൂയ അമ്മി സ്തോത്രം, ഒരു മകളും അമ്മയും കൂടെ അമ്മി സ്തോത്രം മീറ്റിങ്ങിൽ വന്നിരിക്കുക. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, യോഗം കഴിയുമ്പോൾ അവരോട് പറയണം, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കാൻ പോവാന്ന് പറയണം. പ്രസംഗം കഴിഞ്ഞ ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് അവരെൻ്റെ അടുക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദൂത് നിങ്ങളോടുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയത് അന്നേരം പറയാൻ പറ്റിയില്ല. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കാൻ പോവുക. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. ഏകദേശം ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഒരു ആധാരം കൊണ്ട് എൻ്റെ കൈ തന്നേച്ച് പറഞ്ഞു, കർത്താവ് കരുണ കാണിച്ചതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, ഞാൻ ഒരു പുരാതന കുടുംബത്തിൽ നിന്ന് കർത്താവിനെ കണ്ടയാളാണ്. സ്തോത്രം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട് എൻ്റെ അപ്പൻ പടിയടച്ച് പിണ്ടം വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഗൾഫ് രാജ്യത്ത് പോയിട്ട് നാട്ടിൽ എൻ്റെ കല്യാണത്തിന് പോലും ആരും വന്നില്ല. ബന്ധുക്കൾ ആരും വന്നില്ല, സ്നേഹിതരാരും വന്നില്ല. എൻ്റെ അപ്പൻ ഭയങ്കര കോടീശ്വരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിദേശത്ത് വെച്ച് ഞാൻ പോയ സഭക്കാരാണ് എൻ്റെ കല്യാണം നടത്തിയത്. സ്തോത്രം. നല്ലൊരു ഭർത്താവിനെ കർത്താവ് എനിക്ക് തന്നു, നല്ലൊരു കുഞ്ഞിനെ എനിക്ക് കർത്താവ് തന്നു. അവസാനം ജോലി വിട്ട് നാട്ടിൽ വന്ന്, ഹല്ലേലൂയ, വലിയ വീട് വെക്കാനുള്ള പൈസയൊന്നും ഞങ്ങൾക്കില്ല. ഒരു റെൻറ്റഡ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ ദൂത് വന്നേ, കർത്താവ് കരുണ കാണിക്കാൻ പോവാ. എന്നോട് പറഞ്ഞ് കഴിഞ്ഞ മാസം എൻ്റെ അപ്പൻ വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വന്നു. എൻ്റെ അപ്പൻ്റെ എല്ലാ സ്വത്തിൻ്റെയും പകുതി ഭാഗം എനിക്ക് എഴുതി തന്നു. ജീസസ്, എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് കരുണ കാണിച്ചാൽ ഏതപ്പൻ്റെ ഉള്ളം ചലിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ സൗഖ്യമാകുന്നത് കരുണയാലാണ്, നീ വിടുതൽ പ്രാപിക്കുന്നത് കരുണയാലാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കുക. നിന്റെ സന്തതി നിന്റെ സന്തതിയോട് ദൈവം കരുണ കാണിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ചിലരൊക്കെ നിന്നോട് കരുണ കാണിച്ചിട്ടില്ല, ചിലരൊക്കെ നിന്നോട് കൈ മലർത്തി കാണിച്ചു. പക്ഷെ കർത്താവ് പറയാ, ഈ ദിവസങ്ങളിൽ ഞാൻ കരുണ കാണിക്കാം. നിന്റെ നിന്ന മാറത്തക്ക നീലയില് കർത്താവ് നിന്നോട് കരുണ കാണിക്കാം. ഞാൻ ഇനി നിങ്ങളോടുള്ള ദൂതൊന്ന് പറയട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വാക്യമാണ് പ്രസംഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ ദൂത് ഞാൻ നിങ്ങളോടൊന്ന് വെളിപ്പെടുത്തിയിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം, മനസ്സലിവ് എന്ന വിഷയത്തിലോട്ടും സഹിഷ്ണുത എന്ന വിഷയത്തിലോട്ടും നമ്മൾ വന്ന് യോബിൻ്റെ ചരിത്രത്തിലോട്ട് നമ്മളൊന്ന് കയറും. കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൻ്റെ കർത്താവിൻ്റെ സ്തോത്രം 2-ാമത്തെ ലൈൻ മുതൽ വായിക്കാം. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. കർത്താവിന് സ്തോത്രം.
ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായി കരുണ തോന്നും. മുകളിൽ തൊട്ട് അങ്ങ് വായിച്ചാലും കുഴപ്പമില്ല. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അപ്പൊ ഒരു കാര്യം ആത്മാവിൽ കാണുകയാ, ആരുടെയൊക്കെയോ കരച്ചില് മേളിൽ എത്തിയിട്ടുണ്ട്. കർത്താവ് പറയാ, ഈ വിഷയത്തിൽ ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട, നിന്റെ കരച്ചിലിൽ നിശ്ചയമായും ദൈവം കരുണ തോന്നും. ഒരുപക്ഷെ രോഗസൗഖ്യത്തിനായിരിക്കാം, ഒരുപക്ഷെ ഭാവിക്കായിരിക്കാം. നിങ്ങൾക്കറിയാമോ, കർത്താവ് നമ്മളോട് കരുണ കാണിച്ചിട്ട് നമുക്ക് എത്ര വലിയ പദവിയാ ദൈവം തന്നെ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, രോഗസൗഖ്യം നമുക്ക് ലഭിച്ചാൽ പിന്നെയും ചിലപ്പോൾ നമ്മൾ രോഗിയാവും. ഹല്ലേലൂയ. കർത്താവ് മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ മരിക്കും ചിലപ്പോൾ. ചിലപ്പോഴല്ല മരിക്കും. കർത്താവ് വരുന്നതിന് മുമ്പേ നമുക്ക് രൂപാന്തരം നടന്നില്ലേ, നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ വന്നില്ലേ, നമ്മളെല്ലാവരും എന്താ ചെയ്യും? മരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് കരുണയുണ്ടായിട്ട് നിനക്ക് ദൈവം നിത്യജീവൻ തന്നേ. ദൈവത്തിന് നിന്നോട് കരുണ തോന്നിയിട്ടാ. ഒത്തിരി പേരെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ തമ്പുരാൻ പേര് ചൊല്ലി വിളിച്ചത് എന്തിനാ? വലിയ നിത്യജീവനെ ഉടമയാക്കാൻ വേണ്ടിയാ. അപ്പം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പിമ്പിലെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. നിന്റെ കൂടെ പഠിച്ചവരും കൂടെ കളിച്ചു വളർന്നവരും ദൈവത്തിന് സ്തോത്രം, സ്നേഹിതനും ഒക്കെ അതമ്പതിച്ചു പോയപ്പം ദൈവം കരുണയാൽ നിന്നെ നിർത്തി. ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ വെളിപ്പെട്ടു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. അയ്യോ, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. അവിടുത്തെ ഇവിടെ തൊട്ടോടെ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ തൊട്ടേച്ചെന്ന് പറ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഓ ഹല്ലേലൂയ. വർഷങ്ങളായി മാറത്തില്ലെന്ന് പറഞ്ഞ കരച്ചിലൊക്കെ ഇന്ന് മാറണം. നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന കർത്താവ് നിന്നോട് പറയാ, നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. കാരണം കർത്താവ് നിന്നോട് മനസ്സലിവുള്ളവനാണ്. അവൻ നിശ്ചയമായിട്ട് നിന്നോട് നെഞ്ചത്ത് കൈവച്ചാൽ നിശ്ചയമായിട്ടും എന്നോട് കരുണ തോന്നുമെന്ന് പറ. എങ്ങനെ കരുണ തോന്നും? നിശ്ചയമായിട്ട്. താങ്ക് യു ലോർഡ്. എനിക്കെന്തോ അർഹിക്കാത്ത പല നന്മകളും കർത്താവ് കരുണ തോന്നിയിട്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലരുടെ ജീവിതം മാറാൻ പോവുക. നിനക്ക് വേണ്ടി തമ്പുരാന്റെ നാവുകൾ ചലിക്കാൻ പോവുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പന്തലിനകത്ത്, ഈ ചർച്ചിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ചിലരെ പൊതിയുക. ഓ യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി, ദൈവത്തിന്റെ അധരങ്ങൾ ചലിക്കുക. ഒരു വാക്കു കൽപ്പിച്ചാൽ ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ കുടുംബത്തിന്റെ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിൻ്റെയൊക്കെയോ സമയം അടുത്തിരിക്കുക? നടക്കത്തില്ലെന്ന് ആരെല്ലാം വിധി പറഞ്ഞോ ആ കാര്യമൊക്കെ നടത്തി തരാൻ പോവാ. സംഭവിക്കത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞോ അതെല്ലാം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നും തള്ളിക്കളയത്തില്ല, എന്നും ഉപേക്ഷിക്കത്തില്ല, എന്നും പരാജയപ്പെട്ട് നിൽക്കത്തില്ല, എന്നും കൊമ്പ് കുത്തി കിടക്കത്തില്ല. ഇതാ കരുണ തോന്നിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഈ വാക്യം വായിച്ച് എന്തിനാണെന്നറിയാമോ? കർത്താവ് കരുണയുള്ളവനാ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇച്ചിലൂടെ ശ്രദ്ധേയമായ ഒരു വാക്യം മറിയ പറയുന്നുണ്ട്. വാക്യം എന്താന്ന് കേട്ടോണേ. 1-ാം അധ്യായത്തിലെ 50-ാമത്തെ വാക്യമാ. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഹല്ലേലൂയ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവന്, ദൈവത്തിന് സ്തോത്രം, അവന്റെ കരുണ തലമുറ തലമുറയായിട്ട്. ഓരോ ദിവസവും ദൈവമക്കൾ പറയണം, ദൈവത്തിന്റെ മഹാകരുണയാലാ, ദൈവത്തിന്റെ മഹാകൃപയാലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഓരോ ദിവസവും ദൈവം എന്നെ നടത്തുന്നത് അവിടുത്തെ കരുണ കൊണ്ടാണ്. ദൈവത്തിൻ്റെ 2-ാമത്തെ വിശേഷതയിലേക്ക് നമുക്ക് പെട്ടെന്ന് വന്നിട്ട് സഹിഷ്ണുത എന്ന പദത്തിലേക്ക് നമുക്ക് വരണം. അടുത്തെനിക്ക് നാളെ ഒന്നുകൂടെ തൊട്ടേച്ച് പറ, നിശ്ചയമായും കരുണ തോന്നുന്നു. ഓ താങ്ക് യു ലോർഡ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ചില ദിവസത്തിനകത്ത് ദൈവം കരുണ കാണിച്ചതിൻ്റെ റിസൾട്ടുമായി നിന്റെ വീട്ടുപേര് തപ്പി ദൈവം വരിക, നിന്റെ കുടുംബപ്പേര് തപ്പി ദൈവം വരിക, നിന്റെ വീടിനകത്ത് കരുണ കാണിക്കാൻ
നിന്റെ സന്തതിയോട്. ഓ നന്ദി കർത്താവേ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാതെ എവിടൊക്കെയോ ദൈവത്തിന്റെ കൈ ചലിച്ചു കൊണ്ടിരിക്കുകയാ. ഞാൻ ഇന്ന് കാണുന്നൊരു കാഴ്ച, നിനക്ക് വേണ്ടി ദൈവം ചിലയിടത്ത് സംസാരിക്കാൻ പോവാ, നിനക്ക് വേണ്ടി ദൈവം ചിലയിടത്ത് ഇടപെടാൻ പോവാ. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രു അടച്ചതെല്ലാം നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ ഒരു വാക്ക് എനിക്ക് വേണ്ടി. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. ഓ നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവരാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവരാണേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവരാണേ, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അങ്ങനെ പാടി അങ്ങ് പോയാൽ കൊള്ളാമെന്ന് എൻ്റെ ഉള്ളിലും ആഗ്രഹമാണ്. ഒടുവിൽ ഇത് ഒന്നുകൂടെ ഒന്ന് പാടണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പം നിങ്ങളുടെ ഉള്ളിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ തള്ളിക്കളഞ്ഞ ചില വിഷയത്തിനകത്ത്, നടക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ചില വിഷയത്തിനകത്ത്, ഞാൻ പറയാം, കഴിഞ്ഞ രാത്രി നിന്റെ തേങ്ങൾ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ദൈവദാസന്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നൊരു ദൈവദാസന് ഒരു വചനം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പം അദ്ദേഹത്തിന് കണ്ണി കാണുന്ന ഒരു പ്രസംഗം പ്രസംഗിക്കുമല്ല, കഴിഞ്ഞ രാത്രി നിന്റെ നിലവിളി മേളിലെത്തിയിട്ട് നിനക്ക് മറുപടി പറയേണ്ട ദൂതുമായിട്ട് അഭിഷക്തനെ അയക്കുന്നേ. സ്തോത്രം. ചിലരെ തൊട്ട് പറയാ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇനിയും സങ്കടപ്പെട്ടിരിക്കണ്ട, ഇനിയും ദുഃഖിച്ചിരിക്കണ്ട, ആ വിഷയത്തിൽ നിശ്ചയമായി നിന്റെ ഉള്ളിൽ പറയണം, കരുണ തോന്നിയാൽ അത് നടക്കും, ദൈവം കരുണ കാണിച്ചാൽ അത് സംഭവിക്കും, ദൈവം കരുണ കാണിച്ചാൽ ആ കാര്യം നടക്കും. എത്ര വലിയ തടസ്സമുണ്ടെങ്കിലും ദൈവം കരുണ കാണിച്ചാൽ. രണ്ടാമത്തെ പദമാണ്, കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. എന്തുള്ള ദൈവമാണ്? മനസ്സലിവുള്ള ദൈവമാണ്. ഞാൻ ഈ വചനത്തിലോട്ട് കയറുന്നതിന് മുമ്പേ പറയാം, ചില കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം മനസ്സലിഞ്ഞിട്ട് നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. ഞാൻ ഇപ്പോഴും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ദൈവം മനസ്സലിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രദറിൻ്റെ അടുക്ക ചെന്ന് അവൻ്റെ ചെവി ചെന്ന് പറഞ്ഞു, കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞിട്ടുണ്ടെന്ന്. അവൻ പൊട്ടിക്കരഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല.
പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, ബയോപ്സിക്ക് റിസൾട്ട് കാത്തു നിൽക്കുക. ഇന്നാ കൊടുത്തേ, 2 ആഴ്ച കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളൂ. ജീസസ്. ഞാൻ പൈസ അടച്ച റെസിപ്റ്റും പോക്കറ്റ് ഇട്ടുകൊണ്ട് അതിനെ തപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ചെവി വന്ന് പറഞ്ഞേ, ഞാൻ നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു. ലോഡ്, ഡോക്ടർമാർ ചെക്കപ്പ് എല്ലാം പറഞ്ഞു, ലോഡ് ക്യാൻസർ ആണെന്ന്. പക്ഷെ റിസൾട്ട് വന്നേക്കുക ക്യാൻസർ അല്ല കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ ഉള്ളം നൊന്നവൻ്റെ ചെവി ചെന്ന് പറഞ്ഞു, ഞാൻ നിന്നോട് മനസ്സലിഞ്ഞിരിക്കുക, ഞാൻ നിന്നോട് കരുണ കാണിച്ചിരിക്കുക, ഞാൻ ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് പറയുക. അവൻ ജീസസ് നിന്റെ ഓരോ ചലനങ്ങളെന്തെയും അറിയുക. അവൻ നിന്നോട് കരുണ കാണിക്കാതിരിക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് ഒരു വാക്യത്തിലേക്ക് പോയി പ്രധാന ഭാഗത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനം. 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനം. എന്നാൽ യേശു തന്നെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കേട്ടോ, കർത്താവിന് നിന്റെ ഒരു ചെറിയ കാര്യം വരെ ആര് അറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. ഒന്ന് തൊട്ടേ ചോറ, നിന്റെ കൊച്ചു കാര്യം വരെ. ഈ ചെല്ലൊക്കെ ചോദിക്കത്തില്ലയോ, കർത്താവെ ആരും അറിയുന്നില്ലയോ, എന്നെ കർത്താവ് ഇതൊക്കെ കാണുന്നില്ലയോ? അല്ല, നിന്റെ കൊച്ചു കാര്യം വരെ ആര് കാണുക? കർത്താവ് കാണുക. ചെറിയ കാര്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് മെസ്സേജ് പറയുമ്പം പറയാം, കർത്താവിൻ്റെ കൂടെ 3 ദിവസം ഇവരായിരിക്കുക. കർത്താവ് പറയുക, വഴിയിൽ ഇവര് തളർന്നു പോകും. അതുകൊണ്ട് അവരൊക്കെ എന്തോ ഈ കർത്താവിന് അവരോട് എന്ത് ചെയ്യുന്നു? മനസ്സലിവ് തോന്നും. താങ്ക് യു ഹോൾ. കണ്ടോ, നിന്റെ മുമ്പോട്ടുള്ള ചലനങ്ങളിൽ നിനക്ക് എന്തു സംഭവിക്കുമെന്ന് വരെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് അവരോട് കരുണ കാണിക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് മനസ്സലിയുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ബൈബിളിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഇവിടെയൊക്കെ നിൽക്കാത്തത്, ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ ധാരാളം സന്ദേശമുണ്ട്. ഇന്ന് അടുത്ത വാക്യത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു. അവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിനെ നമുക്കൊന്ന് കൊണ്ടുവരാം. ഹമി സ്തോത്രം. തൻ്റെ മകനെയും കൊണ്ടൊരു ശവമഞ്ചത്തിൽ പോകുന്ന ഒരു സ്ത്രീയുടെ നിലവിളി കണ്ടിട്ട് കർത്താവ് അവളോട് കരുണ തോന്നി, അവളോട് കരയണ്ടെന്ന് പറഞ്ഞു. മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് ഒരു ആമയും പറഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, നീ കരഞ്ഞാൽ അവൻ്റെ മനസ്സലിയും. അപ്പം നമ്മുടെ യാക്കോബ് അപ്പോസ്തലൻ പറയുക, നമ്മുടെ ദൈവം ആരാന്നറിയാമോ? കരുണയുള്ളവനാ, മനസ്സലിവുള്ളവനാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. ആ ഭാഗത്ത് അല്പസമയം ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. 2 കാര്യം മനസ്സിനകത്ത് വേണം. ആരും കരുണ കാണിച്ചില്ലെങ്കിലും എന്നോട് കർത്താവ് കരുണ കാണിക്കും. ആരും മനസ്സലിഞ്ഞില്ലെങ്കിലും ദൈവം എന്നോട് മനസ്സലിയും. ചിലരുടെ ഹൃദയത്തെ തൊട്ടു പറയുക, ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം നീ അനുഭവിക്കാൻ പോവുക ദൈവം കരുണ ചെയ്തതും. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ. ഇനി വാക്യത്തിലോട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. അപ്പം സഹിഷ്ണുത കാണിച്ചവരാരാണ്? ഭാഗ്യവാന്മാരാ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ആ ഭാഗ്യപദവി നിങ്ങളുണ്ടാവൂന്ന് ചോദിച്ചേ. ഈ പണ്ടൊരു പാട്ടുണ്ടായിരുന്നേ, ദുഃഖത്തിൻ്റെ പാനപാത്രം. പണ്ടൊക്കെ ചില ആൾക്കാരൊക്കെ അത് പാടി കരയുമായിരുന്നു. ഈ ചിലൊക്കെ എന്നോട് പറയും, പാസ്റ്ററെ അനുഭവിക്കാനായിട്ട് വിളിച്ചേക്കുക. അത് സാത്താൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യ. വലിയ കാര്യമല്ല. ചിലക്ക് പറയാ, എന്തോ വന്നാൽ ഞാൻ അനുഭവിച്ചോളാമെന്നേ, പോരട്ടെ. മണ്ടത്തരങ്ങളൊന്നും കയറി പറയല്ലേ. ഞാൻ വാക്യത്തിലോട്ട് വരിക. സഹിഷ്ണുത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. സഹിക്കുക, ക്ഷമിക്കുക, ശാന്തതയോടെ നിൽക്കുക.
സഹിക്കുക, ക്ഷമിക്കുക, ശാന്തതയോടെ നിൽക്കുക. അതാണ് സഹിഷ്ണുത എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് മനസ്സിലാകാൻ ഒരാളെ ബൈബിളിൽ നിന്ന് കൊണ്ട് കാണിക്കുക. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടുവല്ലോ. ദൈവം അവന് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെ നിന്നെ തകർത്താലും പിടിച്ചു നിന്നു. നിന്നോട് ദൈവം മനസ്സലിയുന്നവനാ, നിന്നോട് ദൈവം കരുണ തോന്നുന്നവനാ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായി പലതിനെ മടക്കി തരാൻ. ഓ ഹല്ലേലൂയ. ഇനി എനിക്ക് തന്ന ദൂതിലോട്ട് വരിക. ഈ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. പിന്നെ നമ്മൾ വേറൊരു പഠിപ്പിക്കലുകളുണ്ട്. ഒരു കയറ്റമുണ്ട്, ബൈബിളിലെ കാര്യമൊന്നുമല്ല, ചുമ്മാ ആരാണ്ട് പ്രായമുള്ള അപ്പച്ചന്മാർ അടിച്ചു വിട്ടതാനാ. ഒരു കയറ്റമുണ്ട്. ചില നമ്മുടെ വീട്ടിലൊക്കെ പറയത്തില്ലയോ, ഒത്തിരി ചിരിക്കല്ലേ. ആര് പഠിപ്പിച്ചാ? ആരാണ്ടല്ലേ ഇട്ട ഒത്തിരി ബന്ധനം നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ചിലർ ഇപ്പോഴും ചിരിക്കത്തില്ല. ഇങ്ങനെ ആത്മീയത വന്ന് ഇങ്ങനെ നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്ന് നിൽക്കുക. അപ്പോൾ എന്നാ ചിരിച്ചാൽ ചിലപ്പോൾ കരേണ്ടി വരും. ഈ ചിലർ പറയത്തില്ലയോ, ഒത്തിരി പൊങ്ങണ്ട, താഴെ വന്നേ ഉള്ളൂ, ബാക്കിയൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. യോബിൻ്റെ ലൈഫിന് 3 കാലഘട്ടമുണ്ട്. 1, എല്ലാം ഉണ്ടായിരുന്ന കാലം. 2, ഒന്നുമില്ലാത്ത കാലം. 3, സകലതും ഇരട്ടിയായി തിരിച്ചു പിടിച്ച കാലം. എല്ലാമുള്ള കാലത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത കാലത്തിലേക്ക് വീണവൻ സഹിഷ്ണുതയോടെ പിടിച്ചു നിന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ചിലതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് വീഴാൻ സമയമായി. ഓ യേശുവിന്റെ നാമത്തില്. ബൈബിളിൽ വാക്യമുണ്ട്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. ഒന്ന് പറഞ്ഞ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. ആ വാക്യം വായിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വചനം. നമ്മൾ തിരിച്ച് യാക്കോബിലേക്ക് തന്നെ വരും. ഹല്ലേലൂയ. എബ്രായർ 10:36. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. ഞാനിന്ന് തരുന്ന സന്ദേശം, ആരൊക്കെയോ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ സമയമായി. ആരൊക്കെയോ അടുത്തിരിക്കുന്ന ആളുടെ തൊട്ടച്ചോറ, നീ വാഗ്ദത്തം പ്രാപിക്കാൻ സമയമായി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം, വർഷങ്ങളായി ശത്രുവിട്ട തിരശീല ഇന്ന് ദൈവം എടുത്തു മാറ്റാൻ പോവുക. നീ വാഗ്ദത്തത്തിലേക്ക് കാലുവ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എവിടൊക്കെയോ വിടുതലിന്റെ ശബ്ദം എനിക്ക് ആത്മാവിൽ കേൾക്കാം. എവിടൊക്കെയോ അത്ഭുതങ്ങളുടെ പ്രവർത്തികൾ. ആ ബ്ലാക്ക് ചുരിദാറിട്ട കണ്ണാടി വെച്ച സിസ്റ്റർ ഒന്ന് കൈവെക്കാം. ഇപ്പൊ തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്നു നിൽക്കുക. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുക, നിങ്ങളുടെ വീടിനോട് ബന്ധപ്പെട്ട് ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുക. അതായത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനോട് ബന്ധപ്പെട്ട്, തലമുറയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൈ ചലിക്കാൻ പോവുക. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനകം ദൈവ മഹത്വം കൊണ്ട് നിറയുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. നിന്റെ ശരീരത്തിന് ഇപ്പോൾ ഒരു രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഒരു വൃക്ഷത്തെ കാട്ടുവള്ളി വരിഞ്ഞു മുറുക്കുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന സകല രോഗാത്മാവിന്റെ ശക്തിയെ നിന്റെ ശരീരം യേശുവിന്റെ നാമത്തില്. ആ മോനോട് എഴുന്നേറ്റ് നിന്ന്. നിനക്കൊരു വഴി ദൈവത്തിൽ നിന്ന് തുറന്നു വരാനുള്ള
സമയം അടുത്തിരിക്കുക. 44 ദിവസം തികയുന്നതിന് മുമ്പ് ചില വഴികൾ തുറന്നിട്ട് ദൈവം നിന്നെ ഒന്ന് മാനിക്കാനുള്ള സമയം അടുത്തിരിക്കുക. എന്നാൽ ഒരിക്കലും നീ രക്ഷപ്പെടാത്ത പോലെ, യബേസിനെ പോലെ നീ ഒരു വ്യസനപുത്രൻ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന യബേസിന്റെ ചരിത്രം മാറ്റിയ പോലെ നിന്റെ ചരിത്രം പ്രാർത്ഥന മാറ്റാൻ പോവുക. നിനക്ക് ചില ബലഹീനതകളുണ്ട്. എല്ലാത്തിനും കഴിവുണ്ടെങ്കിലും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അത് ക്യാൻസലാകാൻ പോവാ. സംസാരിക്കുമ്പോൾ വാക്ക് കിട്ടാത്ത, സംസാരിക്കുമ്പോൾ വാക്ക് കിട്ടത്തില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഇന്ന് പറയാൻ പോകുന്ന ആശയത്തിലായിട്ട് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരിക. ചില നഷ്ടങ്ങൾ ലൈഫിൽ വന്നാൽ അത് നമ്മൾ പോയത് പോട്ടെന്ന് വെക്കും. ചില നഷ്ടം വന്നാൽ, യോബിനെ സംബന്ധിച്ച് യോബ് അങ്ങനെയല്ല ചെയ്തത്. നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടാനുള്ള പ്രാർത്ഥനയാണ് യോബിൻ്റെ പ്രാർത്ഥന. ഞാൻ ആത്മീയ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് പറയാം. സഹിഷ്ണുതയെക്കുറിച്ച് യാക്കോബ് എഴുതിയിട്ട് താഴെ യോബിൻ്റെ ചരിത്രത്തെ തൊട്ടു. എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി നിനക്ക് വന്നാലും സഹിച്ചു നിന്നോണം. കാരണം നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ മാനിക്കപ്പെടേണ്ടതാ. ഓ ജീസസ്. ചിലരോടൊക്കെ ദൈവം പറയാ, പതറരുത്, പുറകോട്ട് പോകരുത്. ഈ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര കടബാധ്യത, ഭയങ്കര രോഗം, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ചില ആൾക്കാരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയും, ബ്രദറെ നൂൽപ്പാലത്തെ കൂടാ പോന്നേ. എങ്ങനെയാ പോന്നേ? എന്നിട്ട് അടുത്ത പദം കേട്ടോണേ, ഇതെല്ലാം ഉടനെ മാറും. അത് പ്രത്യാശയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വരാമോ? ഈ അവസ്ഥയെല്ലാം ഉടനെ മാറും. എനിക്ക് കിട്ടുന്നൊരു ബോധ്യം പറയാം. ലോർഡ് സഹിഷ്ണുതയോടെ പിടിച്ചു നിന്നു, എല്ലാം മാറാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തമി നിന്നോട് ദൈവം കരുണ കാണിച്ചെന്നും ദൈവം നിന്നോട് മനസ്സലിഞ്ഞെന്നും നിന്റെ ദേശക്കാരി കണ്ടു വിശ്വസിക്കത്തക്ക രീതിയിൽ ലോർഡ് 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 ലോർഡ്. ഈ നമ്മുടെ ഇടയിലൊരു പരാതിയാ, എല്ലാവർക്കും വിടുതൽ കിട്ടി, എനിക്ക് മാത്രം. നമ്മുടെ എല്ലാം ഒരു പരാതിയാ. എല്ലാവർക്കും, ഞാൻ പ്രാർത്ഥിച്ച സൂസമ്മയ്ക്കും വിടുതൽ കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച ചാക്കോച്ചനും വിടുതൽ കിട്ടി, എനിക്ക് മാത്രം. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക. നിന്നോടാ ദൂത്. അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ച് വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. ആ ചരിത്രത്തെ റോമാലേഖനത്തിൽ പൗലോസ് എടുത്തെഴുതുമ്പോൾ പറയുക, തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മിണ്ടുന്നില്ല. സ്കാനിങ് റിപ്പോർട്ട് സാറ കാണിക്കുമ്പോൾ പറഞ്ഞു, ഇതല്ല യഥാർത്ഥ റിസൾട്ട്. ആകാശത്തോട്ട് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണ, ഇതാണ് റിസൾട്ട്. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് നിന്നെ ഒതുക്കുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യട്ടെ. ഓ ഗ്ലോറി. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, സഹിഷ്ണുത ഇന്ന് നിനക്ക് വിടുതൽ എത്തിക്കാൻ പോവാൻ. നിന്നെ സഹിച്ചു നിന്നോണം, പിടിച്ചു. യെസ്, സ്തോത്രം. ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു രോഗം ബാധിച്ചൊരു ബ്രദറിനെ ഞാൻ ഒരിക്കൽ കണ്ടു. പുള്ളിക്ക് അസുഖം വന്നാൽ 5-6 മാസം പുള്ളി ബെഡേല, എഴുന്നേക്കാൻ പറ്റത്തില്ല. സ്തോത്രം. 6 വർഷം കണ്ടിന്യൂ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ അടുക്ക ചെന്ന് പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളി പറയാം, പാസ്റ്ററെ ഇത് ഈ വർഷം കൂടെ ഉള്ളൂ, ഇത് ഈ വർഷം കൂടെ ഉള്ളൂ, ഈ അടുത്ത വർഷം കൂടെ വരികയല്ല.
പ്രാർത്ഥിക്കാൻ ചെന്നത് ഞാനാ, എന്നെ പുള്ളി ആശ്വസിപ്പിക്കുക. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ? സ്തോത്രം. ഇന്നിപ്പോ കൊല്ലം 10-15 ആയി, ഇന്ന് വരെ പുള്ളിക്ക് പിന്നെ അത് വന്നിട്ടില്ല. ഒരു ചോദ്യം, നിനക്ക് സഹിച്ചതിന്റെ വലിപ്പം, നിനക്ക് സംഭവിച്ചതിന്റെ വലിപ്പം കണ്ടോണ്ടിരിക്കരുത്. നീ പറയണം, ഇത് മാറാൻ പോവുക. ഈ അന്തരീക്ഷം നിന്നെ തൊട്ടുണർത്തുക പരിശുദ്ധാത്മാവ്. യോബിന് വരുത്തിയത് നിങ്ങൾ കണ്ടല്ലോ, അവന് വരുത്തിയ അവസാനം നിങ്ങൾ ആമേൻ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേ, ആമേൻ. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചോദിക്കാം, കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാരും തീർന്നടാ. ഭയങ്കര ഗമയായിരുന്നു. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ ഉയർച്ചയും താഴെ പോയാൽ ആയുസ് മിണ്ടാത്ത നാട്ടുകാരെല്ലാം കവലെ സംസാരമാവും. എന്തുവാ സംസാരം എന്ന് കേട്ടോളാം. സ്വതന്ത്രം. എനിക്ക് അന്നേരെ അറിയായിരുന്നു താഴെ പോകുന്നു. കണ്ടോ, മിണ്ടുന്നില്ല. ഈയിടെ ഒരു കല്യാണത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സെപ്പറേറ്റായി. അപ്പം ഞാൻ ഈ വിവരം അറിഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്നാ പറ്റി? പാസ്റ്റേ, കല്യാണം നടന്നപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു, എന്തോ ആർഭാടമായിരുന്നു. ഞങ്ങളുടെയൊക്കെ മോടെ കല്യാണം വളരെ ലളിതമായിട്ടാണ് നടത്തി. അവരിപ്പോഴും ഒന്നിച്ചാ ജീവിക്കുന്നു. കണ്ടോ, പ്രശ്നം കല്യാണം നടത്തിയ കണ്ടോ. അപ്പം മേളിയിരിക്കുന്ന ഒരാൾ താഴെ പോയാൽ എല്ലാവരും പറയും, നാട്ടുകാർ പറയുന്നത് കേൾക്കുന്ന ഒരു പുറകെ നീ പോകരുത്. നിന്റെ പ്രശ്നം, സ്തോത്രം, നീ സഹിഷ്ണുതയോടെ പിടിച്ചു നിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ആ വിടുതൽ നീ കാണും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ചിലരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ ദിവസങ്ങളിൽ ഇരട്ടിയായി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിന്റെ ഇന്ന് അപകരിച്ച് രക്തബന്ധങ്ങൾ അപകരിച്ചുകൊണ്ട് പോയത് വരെ ഇന്ന് പകൽ കരുണ തോന്നിയിട്ട് തിരിച്ചു വരാൻ പോവാ. എന്നീ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, യോബിനെ പോലെ സഹിഷ്ണുതയോടെ നിൽക്ക്. കർത്താവ് നിനക്ക് വരുത്തുന്ന അവസാനം, ബൈബിളിൽ വാക്കുണ്ട്, അവന്റെ മുൻകാലത്തേക്കാൾ അവന്റെ പിൻകാലത്തെ ദൈവം അനുഗ്രഹിച്ചു. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ അനുഗ്രഹം നിനക്ക് ഇനിയും വരാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട് എഹെസ്കേൽ ഒരിക്കൽ പ്രവചിച്ചു, നിനക്ക് പണ്ടുള്ളതിനേക്കാൾ അധികം നന്മ ഇനിയും ഞാൻ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പക്ഷെ നമുക്കൊരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇനി അത് ശാന്തമായിട്ട് പറഞ്ഞാലേ പറ്റൂ. നമുക്കിങ്ങനെ നല്ല കാലമൊക്കെ വരുമെന്നാൽ നമ്മൾ പറയും, എൻ്റെ ബ്രദറെ വിളിക്കുവാന്നത് യേശുവിനെ ഇങ്ങനെ വിളിക്കണം. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാതിരുന്നാലോ പൊതുവെ ഒരു മടുപ്പാണ്. ചിലർക്ക് ചോദിക്കും, ബ്രദറെ എന്തുവാ യോഗത്തിന് കാണുന്നില്ല? ഒന്നും നടക്കുന്നില്ലെന്നേ. എന്തുവാ ഒന്നും? കോട്ടയം ചർച്ചിലൊരു ബ്രദർ കുറച്ചാൾ ചർച്ച വന്നില്ല. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നാ വേണം? അവിടെ വന്ന പിന്നെ കച്ചവടം ഒന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ് വരാതിരിക്കുന്നതല്ല, ഈ കച്ചവടം കൂട്ടുന്ന സ്ഥലമല്ല. എല്ലാവരും മിണ്ടുന്നില്ല. ശ്രദ്ധിക്കണോ? പൊതുവെ യോബിൻ്റെ അവസ്ഥ ഞാൻ പ്രസംഗിച്ച എത്ര നേരം പറഞ്ഞാലും എനിക്ക് കൊതി തീരത്തില്ല. യോബിൻ്റെ ഭാര്യ എത്ര നല്ല സ്ത്രീയാ. ചായ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആളാ. സഭായോഗത്തിനൊക്കെ വാനിറ്റി വാഗിയും നോക്കിച്ച് ടാറ്റ സവാരിയിൽ അടിച്ച് മിന്നി യോഗത്തിന് വന്ന ആളാ. ഇപ്പൊ പുള്ളിക്കാരത്തി അപ്പുറത്തെ സ്കൈലൈൻ്റെ ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ അയ്യോവിൻ്റെ ഇപ്പോൾ ഒരു പൈസ സഹോദരന്മാരൊക്കെ ഓർത്തോണം, പോക്കറ്റിലുള്ളതുകൊണ്ടാ. നിങ്ങളെ തള്ളി പറഞ്ഞല്ല, അവർക്ക് അത്രേ കാഴ്ചപ്പാടുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞ അച്ചായ ഈ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കരുത്, ഇതെല്ലാം എടുത്ത് കളഞ്ഞു വാ നമുക്ക് എലൈറ്റിലോട്ട് പോവാ. തിരുളായോണ്ടാ പറഞ്ഞു. പിടികിട്ടിയോ? അയ്യോ എന്നാ പിന്നെ ആട്ടെ എന്നല്ല പറഞ്ഞു. എടി പൊട്ടിപ്പെണ്ണെ മാറിയിരിക്കും. ഇത് യഹോവ തന്നു, യഹോവ എടുത്തു, ഇനിയും തരാൻ അവന് പവറുണ്ട്.
എടാ, ദൈവത്തെ കണ്ടവന് ഭയമില്ലെന്ന്, ദൈവത്തെ കണ്ടവന് മടുപ്പില്ലെന്ന്, ദൈവത്തെ കണ്ടവന് പേടിയില്ലെന്ന്. കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ഇയ്യോബിനെ വളഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അന്നേരം ഒരുത്ത പേപ്പറും എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, പേപ്പർ കൊണ്ടല്ല എഴുതേണ്ടത്, ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതണം. എവിടെ എഴുതണം? പാറയുടെ പുറത്ത് എഴുതണം. എന്നിങ്ങനെ എഴുതണം, ഓടിപ്പോകുന്നവൻ വായിക്കത്തക്ക വലിപ്പത്തിൽ എഴുതണം. എന്തുവാ എഴുതുന്നത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. എടാ, ദേഹത്ത് പുഴുവരിക്കുമ്പോഴും, എടാ പുഴുവേ, നിനക്കെന്നെ തീർക്കാൻ പറ്റത്തില്ല, ഞാൻ കരുണയുള്ള ദൈവത്തെ വിളിക്കുന്നവനാ. ഓ, മനസ്സിലായി വരുന്നു? യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ ജീവിതം മാറും. ഒരു വാക്ക് കൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്ന ചിലരോട്. ഓ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി വരുന്നുണ്ടോ? നോക്കിയേ, ചിലരെ കണ്ടിട്ടില്ലയോ, അതിഭയങ്കര കടബാധ്യതയാണെങ്കിൽ, ഓ ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരിക്കല്, സ്തോത്രം, ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം ആ മനുഷ്യന്റെ കാല് പഴുത്തിരിക്കുക, പഴുത്ത് താഴെ ഭാഗം മുഴുവൻ വെച്ച് കെട്ടിയിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, പഴുപ്പ് ഭയങ്കരമല്ലേ? അപ്പൊ പുള്ളി എന്നോട് പറയാം, കാലില്ലാത്തവരും ജീവിക്കുന്നില്ലയോ വാസ്തവം? മുറിക്കുന്ന അങ്ങോട്ട് മുറിച്ച് കളയട്ടെന്നേ. ഗ്ലോറി. വെപ്പ് കാല് വെച്ച് ഞാൻ നടക്കും, ധൈര്യ. നമ്മൾ പോലാന്നയ്യോ എൻ്റെ കാല് മുറിച്ചല്ലോ, പക്ഷെ അയാളുടെ കാല് മുറിച്ചില്ല, അയാളുടെ ധൈര്യ. കാലിന് ഒരു സൈഡ് മാത്രം മുറിച്ചു മാറ്റി, പക്ഷെ ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ നടക്കുന്നു, വണ്ടി ഓടിക്കുന്നു. ഒരു പ്രത്യേക ഷൂ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ചിലരോട് ദൂത് പറയുക, നിനക്ക് സംഭവിച്ചതിന്റെ വലിപ്പം കൂട്ടരുത്, സഹിഷ്ണുതയോടെ ശാന്തതയോടെ നിൽക്കണം. അബ്രഹാമിനെ പോലെ ദൈവം എനിക്കത് ചെയ്യും. നിനക്ക് സാറ സപ്പോർട്ടില്ല, യോബേ നിനക്ക് ഭാര്യ സപ്പോർട്ടില്ല, നിന്റെ ഭർത്താവ് നിനക്ക് സപ്പോർട്ടില്ല, മക്കൾ സപ്പോർട്ടില്ല, പക്ഷെ പിടിച്ചു നിന്നോണം. നിനക്ക് വരുന്ന അവസാനം കാണാൻ പോവാ. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. നഷ്ടപ്പെട്ടതല്ല യോബിന് തിരിച്ചു വന്ന എങ്ങനാ? സമ്പത്ത് തിരിച്ചു കിട്ടി എങ്ങനെയാണെന്നറിയോ? ഈ യോബിനെ കാണാൻ ധാരാളം ആൾക്കാർ വന്നു. യോബിനെ കാണാൻ പാലക്കാട് നിന്നും തൃശ്ശൂർ നിന്നും കോയമ്പത്തൂർ നിന്നും ഡൽഹിയിൽ നിന്നും പൂനെ നിന്നും, സ്വതന്ത്രം പിള്ളേരുടെ കല്യാണത്തിന് ഒരു 2000 പേര് വന്നുള്ള ഒരു 5000 പേര് വന്നു. വന്നവരെല്ലാം ഓരോ പൊന്നാണയും ആദ്യം ഓരോ വിരൽ നീട്ടിക്കൊടുത്തു, പിന്നെ അവസാനം ചാക്കിനകത്തോട്ടിട്ടോളാൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം, തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് മൂലയെന്ന് വേണേലും നിനക്കുള്ളതിനെ നിന്റെ കയ്യിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ദിവസം ഒരു വലിയ നാഷണൽ പ്ലംമെറ്റ് ലോറി ഒരു 4-5 എണ്ണം വരിക, എൻ്റെ ഭാവനയാണേ. ഒരാളോട് ചോദിച്ചു, യോബിന്റെ വീട് എവിടാ? അന്നേരം എന്തിനാ? അല്ല, 14,000 ആടിന്റെ തൊഴുത്തിന് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, പുള്ളി മൊത്തം തീർന്നല്ലോ. ആര് പറഞ്ഞു? പുറകെ വണ്ടിയെ 14,000 ആട് വരുന്നുണ്ട്. കണ്ടോ, മിണ്ടുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എവിടെ ആര് അപമാനിക്കപ്പെട്ടോ അവിടെ ജയിക്കാൻ കാരണം അവന്റെ സഹിഷ്ണുതയാണ്. ഓ, എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് പകൽ സഹിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. ഇന്ന് പകൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ എത്ര പേരുടെ ഉള്ളിൽ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ആമീൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ചുരുക്കി പറയാം, നഷ്ടപ്പെട്ടതെല്ലാം യഹോവ യോബിന് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. ഒരു വെളിപ്പാട് പറഞ്ഞ് പ്രസംഗം നിർത്തുക. ഗ്ലോറി ടു ഗോഡ്. എന്തൊക്കെയോ ലൈഫിൽ നിന്ന് ഒഴുകിപ്പോയതെല്ലാം, ചെതറിപ്പോയതെല്ലാം ഈ ദിവസങ്ങളിൽ കരുണ തോന്നിയിട്ട് മനസ്സലിഞ്ഞിട്ട് തിരിച്ചു വരാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, പൂട്ടിപ്പോയ പലതും ഇന്നത്തെ പ്രാർത്ഥനയെ തിരിച്ചു വരിക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിനെ, ചിലരുടെ സമ്പത്ത് തിരിച്ചു വരുന്നു, ചിലരുടെ ആരോഗ്യം തിരിച്ചു വരുന്നു, ചിലരുടെ കുടുംബജീവിതത്തിന്റെ നന്മ തിരിച്ചു വരുന്നു. ശത്രു ചെതറിച്ചതെല്ലാം
നിനക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ ജീവിതം മാറുമെന്ന് ആത്മാവ് പറയുന്നു. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോ, അവൻ കരുണയുള്ളവനാ. അവൻ ഇപ്പോൾ നീ സഹിക്കുന്നത് അവൻ കാണുന്നു. സഹിഷ്ണുതയോടെ പിടിച്ചു നിന്നോ. നിന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ ഹന്ന മറുപടി കയ്യിലെടുത്ത പോലെ നീ മറുപടി കയ്യിലെടുക്കട്ടെ. അപമാനിച്ചവരുടെ മുമ്പിൽ ഒരു അത്ഭുതം കയ്യിലെടുക്കട്ടെ. നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ ഒരു വിടുതൽ കരത്തിലെടുക്കട്ടെ. ഇന്ന് ഈ പ്രയർ ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിനകത്ത് അത് സംഭവിക്കട്ടെ.